നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. ശ്രീ കെ എം ഷാജഹാനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. പോലീസ് ഇന്നും കെ എം ഷാജഹാൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്, ചാനലുകളിൽ വാർത്ത നിറഞ്ഞത്. പൊതുവെ വീട് റെയ്ഡ് ചെയ്ത് കെ എം ഷാജഹാനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു എന്നറിയാനായി ആളുകൾ മാധ്യമങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്താണ് കേസെന്നറിയില്ല, എന്ത് കാര്യത്തിലാണ് വീട് റെയ്ഡ് ചെയ്യുന്നത് എന്നും മാധ്യമങ്ങൾ ആ വാർത്തകളിൽ പരാമർശിച്ചിരുന്നില്ല. കോടതി വാറണ്ടിനെ തുടർന്നാണ് ഇത്തരമൊരു റെയ്ഡ് എന്ന വിശദീകരണം മാത്രമാണ് വാർത്തകളിൽ വന്നത്. എന്താണ് സംഭവിക്കുന്നത്? അങ്ങയുടെ വീട് എന്തുകൊണ്ടാണ് ഇന്നും പോലീസ് റെയ്ഡ് നടത്തിയത്? അതായത് അത് യഥാർത്ഥത്തിൽ അതൊരു റെയ്ഡല്ല, അതൊരു സെർച്ച് വാറണ്ടുമായി പോലീസുകാർ വന്നതാണ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ല എന്നുവെച്ചാൽ അത് റെയ്ഡല്ല, സെർച്ച് വാറണ്ട് ആണെന്നുള്ളത് ഞാൻ ആദ്യം പറയട്ടെ. ഞാനൊരു 2-3 അതായത് ഈ സ്വർണ്ണ പെരുങ്കൊള്ള പുറത്തു വന്നതിനെ തുടർന്ന് ഞാൻ ആദ്യമായി എടുത്തൊരു നടപടിയുണ്ട്. ആ നടപടി എന്താണെന്ന് ചോദിച്ചാൽ, ADGP ആയിട്ടുള്ള S. ശ്രീജിത്ത് പറഞ്ഞ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഞാൻ ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശദമായ ഒരു പരാതി കൊടുത്തു. ആ പരാതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16/10/2025 കൊടുത്തത്. 16/10/2025. അത് കൊടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കുന്ന ദേവസ്വം ബെഞ്ച് അവരുടെ 8 വിധിന്യായങ്ങളിലും ഈ പെരുങ്കൊള്ളയുടെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. 8 ഇടക്കാല ഉത്തരവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചാണ്. അതിൽ അവസാനത്തെ ഇടക്കാല ഉത്തരവിലാണെന്ന് എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് സുഭാഷ് കപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാരൻ ചെയ്തതിന് സമാനമാണോ എന്ന് അന്വേഷിക്കണം എന്ന് വരെ 8ാമത്തെ ഇൻട്രീം ഓർഡറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതാണ്ട് 8-10 വർഷക്കാലം ശബരിമലയിലെ സർവതന്ത്ര സ്വതന്ത്രനായി വിലസുകയായിരുന്നു എന്നുള്ള കാര്യത്തിലും നമുക്കിപ്പം തർക്കമൊന്നുമില്ല. ആ സമയത്തെല്ലാം ശബരിമലയിൽ പോലീസിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് ADGP S. ശ്രീജിത്ത്. അയാൾ അതിനു മുമ്പും ഒക്കെ തന്നെ ഏതാണ്ട് 8-10 വർഷമായിട്ട് നിരന്തരം അയാൾ ശബരിമലയിലുണ്ട്. അപ്പോൾ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ ശബരിമലയിൽ ഇയാളും അവിടെയുണ്ട്. അതൊരു ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ ഞാൻ ഈ പരാതി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നമുക്കറിയാമല്ലോ, DGP ഓഫീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള ഒരു മേഖലയാണല്ലോ DGP ഓഫീസ്. ആ DGP ഓഫീസിൽ ഈ ADGP ശ്രീജിത്തിൻ്റെ ഔദ്യോഗിക മുറിയിലേക്ക് കടന്നു ചെന്ന് ഔദ്യോഗിക വേഷത്തിൽ നിൽക്കുന്ന ADGP S. ശ്രീജിത്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ ശബരിമല പെരുങ്കൊള്ളയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള 1ാം പ്രതി പൊന്നാട എണീക്കുകയാണ് സ്വയമോനെ. അത് എന്ന് വെച്ചാൽ അയാളുടെ മുറിയിൽ ഒഫീഷ്യൽ ഡ്രസ്സിലായി നിൽക്കുമ്പോൾ അങ്ങോട്ട് പൊന്നാട എണീക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? എന്നിട്ട് ശബരിമലയ്ക്ക് ഒരു പോലീസ് ആംബുലൻസ് ഒരു സ്വകാര്യ ജ്വല്ലറി കൊടുക്കുന്നു. അതിൻ്റെ ഇടനിലക്കാരനായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നത്. സ്വാഭാവികമായും ഇത് കണ്ട ഞാൻ വിശദമായൊരു കത്ത് SITക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഇയാൾ ഏറ്റവും വലിയ പ്രതിയാണ്, ഇയാൾ പോയി പൊന്നാട അണിയിച്ചിരിക്കുകയാണ്, ഇവർ തമ്മിലുള്ള ബന്ധം SIT പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഇന്ന് എൻ്റെ വീട്ടിൽ ഈ സെർച്ച് വാറണ്ടിൽ കലാശിച്ചത്. അങ്ങ് ഈ ശ്രീജിത്തിനെ സംബന്ധിച്ച് അങ്ങ് മുൻപും അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ വിടാതെ പിന്തുടരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കില്ലേ ഇത്? അല്ല സോമൻ, അതിനകത്ത് അത് വിടാതെ പിന്തുടരുന്നു എന്ന് സോമൻ പറഞ്ഞാൽ അതിൽ തെറ്റ് ഞാൻ കാണില്ല. കാരണം വിടാതെ പിന്തുടരാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനു മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, അയാളുടെ പേരാണ് ടോമിൻ തച്ചങ്കരി. ടോമിൻ തച്ചങ്കരിയെ എൻ്റെ സുഹൃത്ത് മിത്രക്കരയിലുള്ള ബോബി കുരുവിള വിടാതെ പിന്തുടർന്നു ഏതാണ്ട് ഒരു 30 വർഷക്കാലത്തോളം. ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം അയാൾ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാക്കിയതിനെ തുടർന്ന് അതിപ്പം വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിചാരണ കോടതിയിൽ നിന്ന് പുറം വാതിലിൽ കൂടി ഇറങ്ങി ഓടുന്ന ടോമിൻ തച്ചങ്കരിയെ നമ്മൾ കണ്ടതാണ്.
അപ്പൊ സ്വാഭാവികമായും ഈ ഉദ്യോഗസ്ഥനെ വിടാതെ പിന്തുടർന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരുപാട് അച്ചടക്ക നടപടികൾ ഇതിനു പോകുന്നുണ്ട്. 2014 ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സസ്പെൻഡ് ചെയ്തത് ആരാണ്? സസ്പെൻഡ് ചെയ്തത് ഉന്നതരായിട്ടുള്ള അനന്തപത്മനാഭൻ, അനന്തകൃഷ്ണൻ, മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ള ഗോപിനാഥ് ഉൾപ്പെടെയുള്ള സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. അയാൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരെക്കാളൊക്കെ വളരെ കീഴ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് ചീഫ് സെക്രട്ടറി എന്താ പറഞ്ഞെന്നറിയാമോ? ഇനി ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്യരുതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്കെതിരായിട്ടുള്ള എൻ്റെ സമരം ശരിക്കും 2006 ഞാൻ VS അച്യുതാനന്ദൻ്റെ കൂടി ഇരിക്കുമ്പോൾ തുടങ്ങിയ ഒരു സമരമാണ്. നമ്മൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഇത് സംബന്ധിച്ച് ഞാൻ കത്ത് കൊടുത്തു. ഒരനക്കവും ഇല്ല, ഒരന്വേഷണവും ഇല്ല. അതിനെ തുടർന്ന് ഞാൻ DGP നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞു ഇയാളെ ഇങ്ങനെയാണ്. അപ്പോൾ DGP എന്നോട് പറഞ്ഞത്, അല്ല അത് മിസ്റ്റർ ഷാജഹാൻ അതൊക്കെ ഈ സർക്കാരിൻ്റെ ഒരു ചട്ടക്കൂടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. എന്നോട് DGP നേരിട്ട് എൻ്റെ മുഖതാവിൽ പറഞ്ഞതാണ്. പക്ഷെ അതിനുശേഷം ഈ വിഷയത്തിൽ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? 25/11 നവംബർ 25 ഇയാൾ ഒരു പരാതി നേരിട്ട് എനിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇയാൾക്കെതിരെ കൊടുത്ത പരാതികളെല്ലാം അവിടെ അനങ്ങാതെ കിടക്കുമ്പോഴാണ് ഇയാൾ എനിക്കെതിരെ ഒരു പരാതി കൊണ്ടുവന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. അതിൽ പറയുന്നത് എന്താണെന്നറിയാം സ്വയം? അതിൽ പറയുന്നത് ഞാൻ മതസ്പർദ്ധ വളർത്തി കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന്. ശബരിമല വിഷയം എന്നുള്ള നിലയില്ല അല്ല പറഞ്ഞത്. എന്ന് മാത്രമല്ല പോലീസ് സേനയ്ക്ക് ഉൾപ്പെടെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഈ ഉദ്യോഗസ്ഥന് ഇതുമായിട്ടുള്ള ബന്ധം വിശദമായി പരിശോധിക്കണം. അയാളുടെ ഫോൺ സംഭാഷണം പരിശോധിക്കണം. ബന്ധമുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. അല്ലല്ല, ഞാൻ പറഞ്ഞതിന്റെ ഞാനത് പറയാനുള്ള അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഞാനത് ആദ്യം തന്നെ സൂചിപ്പിച്ചു. സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രതി അയാളുടെ ഓഫീസിൽ ചെന്നേക്ക് പോനാട് എന്തിന്? ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയമനെ എനിക്കോ പോനാട് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോനാട് ഇട്ടിട്ടില്ല, DGP പോനാട് ഇട്ടിട്ടില്ല. പക്ഷെ ഇയാളെ പൊന്നാട ഇടുന്നു. ഇയാളാണ് ശബരിമലയിൽ ഈ കണ്ട കാലം അത്രയും അവിടെ കോർഡിനേറ്റർ ആയിരുന്ന ആളും. അപ്പൊ അവരുമായിട്ട് നേരത്തെ ബന്ധമുള്ളത് കൊണ്ടല്ലേ? അല്ല, അപ്പൊ ശബരിമലയിൽ വെച്ചുള്ള പരിചയമായിരിക്കും. അതെ, അപ്പൊ ശബരിമലയിൽ വെച്ചുള്ള പരിചയം എന്നുള്ളത് സംഭവിച്ചു. അപ്പൊ ശബരിമലയിൽ ഇവർ തമ്മിൽ പരിചയമുണ്ട്. ശബരിമലയിൽ ഇയാൾ 2008 മുതൽ സജീവ സാന്നിധ്യമായിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പോറ്റി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഉറ്റ സുഹൃത്താണ്. അപ്പൊ ശബരിമലയിൽ ഒരു VIP ആയിരുന്നു. അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ വലിയ ആഡംബര സമൃദ്ധിയിൽ. അതെ അതെ അതെ, അതൊക്കെ തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അയാൾ അവിടെ ഈ അനധികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് അറിയാമായിരുന്ന ആളാണ് ADGP ശ്രീജിത്ത്. അവിടെ ദേവസ്വം വിജിലൻസ് ഉണ്ട്. പക്ഷേ ദേവസ്വം വിജിലൻസിന് പോലീസ് അധികാരങ്ങളില്ല. പക്ഷെ അവിടെയുള്ള ഇയാൾക്ക് പോലീസ് അധികാരമുണ്ട്. സ്വാഭാവികമായി അയാൾ അവിടുന്ന് ദ്വാരപാലക ശില്പങ്ങളും വാതിൽപ്പാളിയും കട്ടളയും എല്ലാം കടത്തിക്കൊണ്ട് പോകുന്ന സമയത്തെല്ലാം ഇയാൾ കോർഡിനേറ്ററായിട്ട് അവിടെയുണ്ട്. ഇയാൾ തടഞ്ഞില്ല. തടയാതിരുന്നതിന്റെ ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ ആരോപണം. അതുകൊണ്ട് ഇയാളുടെ ഫോൺ സംഭാഷണങ്ങൾ, ഇയാളുടെ വാട്സാപ്പ്, ഇയാളുടെ ടെലിഗ്രാം, ഇയാൾക്ക് എന്തെങ്കിലും അവരുമായിട്ട് ഇടപാടുണ്ടോ ഇതൊക്കെ പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ട് ഒരനക്കൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാള് ഞാൻ മതസ്പർദ്ധ വളർത്തി. ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് ഈ ശബരിമല പെരുങ്കൊള്ളയിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിക്കുമ്പോൾ അത് മതസ്പർദ്ധ വളർത്തുന്നത് എങ്ങനെയാണ് സോയിമോനെ? അത് ചിലപ്പോൾ അങ്ങയുടെ പേര് ഒരു അതെ 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 പക്ഷെ അങ്ങനെ ഈ പേര് ആയിരിക്കാം. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? എനിക്ക് ജാതിയും മതമില്ല സോയിമോനെ. എൻ്റെ അച്ഛൻ മുസ്ലിം, എൻ്റെ അമ്മ ഹിന്ദു, എൻ്റെ ഭാര്യ ക്രിസ്ത്യാനി. അപ്പൊ ഈ മിനിമം വിവരം പോലും അയാൾക്ക് എനിക്കെതിരെയില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഞാൻ DGPക്ക് കത്ത് കൊടുത്തു. ഞാൻ SITക്ക് ഒന്നുകൂടി കത്ത് കൊടുക്കാൻ പോകുന്നു. ഞാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു. ഇയാളുടെ ഈ വിഷയത്തിൽ ഇയാളുടെ എന്താ അന്വേഷിക്കാത്തത്? അത് നടന്നതിനെ തുറന്നിട്ടാണ് എനിക്കെതിരെ അയാൾ ഈ കേസുമായിട്ട് വരുന്നത്. തുടരെ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ഇങ്ങോട്ടൊരു അല്ല തെറ്റില്ലെന്ന്, അത് ചെയ്തോട്ടെ, അതിലെനിക്ക് വിഷമമില്ല സോയിമോനെ. കാരണം അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പം ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അത് ഇയാൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ പോവുകയാണ്. ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഇയാളുടെ അറിവിലേക്കായി ഞാൻ പറയും, ഞാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഞാൻ കത്ത് കൊടുത്തു കഴിഞ്ഞു. നേരത്തെ കൊടുത്തു അല്ല, ഇപ്പോ എനിക്കെതിരെ ഈ സെർച്ച് വാറന്റൊക്കെ വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് കത്തയച്ചിട്ടുണ്ട് ഇയാളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ്. മനസ്സിലല്ലേ? ഞാൻ SITയുടെ H വെങ്കടേശനെ നേരിട്ട് പോയി കാണാൻ പോകുന്നുണ്ട്. ഞാൻ 4 പേജ് വിശദമായി കത്ത് ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് DGPക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്.
എന്ന് മാത്രമല്ല ഇയാളുടെ ഈ തെറ്റായിട്ടുള്ള നടപടികൾക്കെതിരെ ഞാൻ UGCക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ലോക്പാലിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ രസകരമായ കാര്യം എന്താ സോയിമാൻ, ഇത് എന്ത് തരം പരാതി കൊടുത്താലും കരിങ്കല്ലിനിട്ട് കോടാലി കൊണ്ട് അടിക്കുന്ന പോലത്തെ അവസ്ഥയാ, ഒന്നിനും ഒരു അനക്കവും ഇല്ല. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ മെനക്കെടുത്ത്? അതെ അതെ അതെ. പക്ഷെ പ്രശ്നം എന്താ സോയിമാൻ, ഈ മെനക്കെടുന്ന നമ്മുടെ ഒരു സ്വഭാവമായി പോയി സോയിമാനെ, നമുക്കൊരു ശീലമായി പോയി. അതുകൊണ്ട് ഇപ്പോൾ സോയിമാന്റെ മുമ്പിൽ തന്നെ എത്രാമത്തെ പ്രാവശ്യം ഞാൻ ഈ വിഷയമായിട്ട് വന്നിരിക്കുന്നത്, അത് നമ്മുടെ ഒരു ശീലമായി പോയി. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഞാൻ ഭാഗ്യവശാലും നിർഭാഗ്യവശാലും VS അച്യുതാനന്ദൻ എന്നൊരു മനുഷ്യൻ്റെ കൂടെ ജോലിയും ചെയ്തു പോയി. അതുകൊണ്ട് ഈ ഒരു രോഗം പിടിച്ച ആള് പോലെ ഒരു രോഗം ബാധിച്ചു പോയി, നമുക്ക് ഒരു വേ ഓഫ് ലൈഫായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഈ പുതിയ വിഷയത്തിലേക്ക് ഞാൻ അല്ല, പക്ഷെ നമ്മൾ ചിരിക്കുമെങ്കിലും അങ്ങയുടെ വീട്ടിൽ ഇന്ന് ഈ പോലീസിന്റെ അതിക്രമം അത് നമുക്ക് ചിരിച്ച് തള്ളാനുള്ള ഒരു സംഭവം. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇയാൾ എനിക്കത് കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്ത ഉടനെ FIR. ഇയാൾക്കെതിരെ ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാനക്കൂല. പക്ഷെ ഇയാൾ കൊണ്ടുവന്ന് പരാതി കൊടുത്താൽ ഉടനെ FIR പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോ ഇന്ന് ഞാൻ പുറത്തായിരുന്നു. ഇന്ന് എൻ്റെ ഭാര്യ പാലയിലാണ്, എൻ്റെ മകൻ കോളേജിലും പോയി, എൻ്റെ വീട്ടിലൊരു ജോലിക്കാരി മാത്രമേ ഉള്ളൂ. ആ ജോലിക്കാരി എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ പോലീസ് വന്ന്. അപ്പോൾ ജോലിക്കാരി അവിടെ നിൽക്കുമ്പോൾ 5-6 പോലീസുകാർ അവിടെ വന്നു. എന്താണെന്ന് ചോദിച്ചു, സെർച്ച് വാറണ്ടുണ്ട്, ഞങ്ങൾക്ക് പരിശോധിക്കണം എന്ന് പോലീസുകാർ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ജോലിക്കാരിയാണ്, എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല, ഇതിൽ ഭാര്യയും ഭർത്താവും ആരും കൂടി ഇല്ല, അതുകൊണ്ട് അവരില്ലാത്ത സമയത്ത് നിങ്ങൾ കയറാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് എന്താണെന്നറിയോ, ഇവർ നേരിട്ട് വന്ന് അകത്തങ്ങ് കയറി കഴിഞ്ഞിട്ടാണ് ജോലിക്കാരോട് പറയുന്നത്. അവർ പറഞ്ഞു ശരിയല്ല, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ കർശനമായ നിലപാടെടുത്തപ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പറഞ്ഞു അവരാണെങ്കിൽ ബന്ധമുള്ള ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. ഭാര്യയെ വിളിച്ചു. ഭാര്യയെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചിട്ട് ഭാര്യ പറഞ്ഞു, ഞാനുമില്ല, എൻ്റെ ഭർത്താവുമില്ല, വീട് എൻ്റെ പേരിലാണ്, എൻ്റെ പേരിലാണ് വീട് എന്നിരിക്കെ ഞാനില്ലാതെ ഒന്ന് കയറാൻ പാടില്ല, ഞാൻ വരും, വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് കയറിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സ്വയം മനസ്സിലാക്കേണ്ടത്, ഇത് പറഞ്ഞ പാടെ ഇവരെല്ലാവരും പുറത്തേക്കിറങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർ ജോലിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, തുറന്നു തന്നില്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടിപ്പൊളിക്കും. അപ്പോഴും ജോലിക്കാരെ വിട്ടില്ല. അവർ പറഞ്ഞു പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവർ പൂട്ടി. ഇവരെന്ത് ചെയ്യുന്നറിയാമോ, ഇവർ 2ാം നിലയിൽ കൂടി എൻ്റെ മകൻ്റെ മുറിയിൽ കൂടി എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി താഴെ വന്ന് മകസരൊക്കെ എഴുതി ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അല്ല, സെർച്ച് ചെയ്തോ, എല്ലാം പരിശോധിച്ചോ? എല്ലാം മുറിയിലൊക്കെ കയറിയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവർ പോയി. എന്തെങ്കിലും അല്ല, അതൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ഇനി വീട്ടിൽ ചെന്നിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഭാര്യ വന്നിട്ട് ഭാര്യയും കൂടെ പരിശോധിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് തീരുമാനത്തിൽ എത്തുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്നേരം അവിടെ നിന്നും കൊണ്ടുപോയില്ല എന്നും പറഞ്ഞിട്ടാണ് മകസറിൽ എഴുതി തന്നിരിക്കുന്നത്. എന്തെങ്കിലും കൊണ്ടുപോയോ എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ നിയമോപദേശം തെളിയിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഇത്തരം സാഹചര്യത്തിൽ അവരെന്തെങ്കിലും കൊണ്ടുവന്ന് അങ്ങയുടെ വീട്ടിൽ വെച്ചാലോ? അല്ല, നമ്മൾ ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആരോടും ഇല്ലാത്ത സമയത്താണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ എന്തോ മോട്ടീവ് അവർക്കുണ്ടോ എന്ന് സ്വാഭാവികമായി സംശയിക്കാവുന്നതാണ്. അപ്പം ഞാൻ സീനിയർ അഭിഭാഷകരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലാതെ വീട്ടിൽ വന്ന് സെർച്ച് വാറണ്ട് നടത്തുന്നത് തീർത്തും നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് എനിക്ക് ഈ സെർച്ച് വാറണ്ടുമായി വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് പ്രശ്നമാണ്. കാരണം സിമ്പിളാണ്, അവിടെ ആളില്ലെങ്കിൽ ആൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നാളെ വരാമെന്ന് പറയാം. കാരണം എനിക്കെതിരെ FIR ഇട്ടിരിക്കുന്ന 2 ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസുകളാണ്, നോൺ ബെയിലബിൾ ഒഫൻസുകളല്ല. 192(4)1 192. പക്ഷെ ഇത് കോടതിയിൽ നിന്ന് ഒരു സെർച്ച് വാറണ്ട് മേടിച്ചിട്ടില്ലേ? അല്ല, സെർച്ച് വാറണ്ട് ആണെങ്കിൽ പോലും എനിക്കെതിരെ നോൺ ബെയിലബിൾ ഇല്ല. സെർച്ച് വാറണ്ട് കോപ്പി വീട്ടിൽ വെച്ചിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? അത് എനിക്കറിയില്ല, അവിടെ ചെന്നിട്ട് നോക്കണം. എന്തായാലും സെർച്ച് വാറണ്ട് എന്ന് പറയുന്ന ഒരു ദിവസം താമസം കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൊണ്ട് താമസിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു ചെല്ലുമായിരുന്നല്ലോ, ഞാൻ സിറ്റിയിലുണ്ടല്ലോ. ഇനി ഏറ്റവും വലിയ തമാശ എന്നറിയോ, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല, എന്നെ ഒരു തവണ പോലും വിളിച്ചില്ല. ഞാനുമായി ബന്ധപ്പെട്ടാണല്ലോ സെർച്ച് വാറണ്ട് ഉള്ളത്. അപ്പൊ എന്നെ വിളിക്കണ്ടേ, എന്നെ വിളിക്കുന്നില്ല. ഭാര്യ പറഞ്ഞു വീട് എൻ്റെ പേരിലാണ്. അല്ല, അവർ ഇതെല്ലാം തെളിവുകൾ ശേഖരിച്ചിട്ട് അവരുടെ ഒരു മോഡസ് ഓപ്പറandi എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായി ചാടി വീഴുന്ന ഒരു ശൈലിയായിരിക്കും. അല്ല ആയിക്കോട്ടെ, നമ്മൾ കണ്ടതല്ലേ? അല്ല, നമ്മളങ്ങനെ കണ്ടതാണല്ലോ. കാരണം എനിക്ക് 2017 പോലെ അനുഭവം ഉണ്ടല്ലോ. 2017 8 ദിവസം ജയിലിട്ട് ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം പിന്നെ വന്ന കാര്യങ്ങൾ നമുക്കറിയാം. 2ാമത് വന്നപ്പോഴത്തേക്കും FIR ഇല്ല, പിന്നെ നോട്ടീസില്ല, വാറണ്ടില്ല, ഒന്നുമില്ലാതെയാണ് വന്നതെന്ന് കൊണ്ടുപോയി. ഇത്രയധികം നടപടികൾ എടുത്തിട്ട് അങ്ങൊന്നും ഒതുങ്ങുന്നില്ല, അതാണ് പ്രശ്നം. അല്ല സോമൻ, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്കങ്ങനെ ഇതൊരു നമ്മുടെ ഒരു ശീലമായി പോയി എന്ന് മാത്രമല്ല, ആ ശീലത്തിന്റെ പുറത്താണ് ഞാൻ അച്യുതാനന്ദന്റെ കൂടെ പോയി വീണത്. അച്യുതാനന്ദൻ എന്നോട് റബ്ബർ പന്തിനെ പോലെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. പന്ത് നിലത്തോട്ട് അടിച്ചാൽ അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരായിട്ടുള്ള സമരം ഒരിഞ്ച് പോലും എനിക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. ഞാൻ കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള സമരത്തിൽ. വേറെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരള പോലീസിൽ? എനിക്ക് അവരുമായിട്ടൊന്നും അല്ല, ഈ കേസിന്റെ ഭാഗമായിട്ടാണോ ഇന്ന് നടന്ന റെയ്ഡ്? നമുക്കറിയില്ലല്ലോ. അല്ല, ഇതിപ്പം ഇയാൾ കൊടുത്ത പരാതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് പറയുന്നത്. അതെ അതെ അതെ, ഇയാൾ CJM കോടതി കൊണ്ടുവന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്, CMB കൊടുത്തു. അതിലുള്ള പിന്നെ സെർച്ച് വാറന്റ് ആണെന്ന് ഞാൻ പറഞ്ഞ ഈ സെർച്ച് വാറന്റ് എന്ന് പറയുന്നത് ഒരു 2-3 മണിക്കൂർ താമസിച്ചാൽ എന്താ സോയിമാനെ കുഴപ്പം? എന്നിട്ട് സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഈ പോവുകയും ചെയ്തു. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാലോ ഇത് വശക്കേടാണെന്നുള്ളത്. കാരണം ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവൻ ഇത് ചെയ്യിപ്പിച്ചു അവൻ നാളെ മാറുമല്ലോ. അവൻ നാളെ മാറുമ്പോൾ ഈ പോലീസുകാർക്കല്ലേ പ്രശ്നം. കാരണം കേസ് വരാൻ പോകുന്ന പോലീസുകാർക്കല്ലേ. ഞാൻ ഈ പോലീസുകാർ കേൾക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ സോമനോട് ഞാൻ പറഞ്ഞുതരാം. എന്നെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത കേസുണ്ടല്ലോ. കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്ത കേസ് എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭയങ്കര കുഴപ്പമാകാൻ പോവുകയാണ്. കാരണം 7 വർഷത്തിൽ താഴെ ശിക്ഷയുള്ള ഒരു കേസിനും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞാൻ കേസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവന്മാരുടെ പണി പോകും. കാരണം സുപ്രീം കോടതിയുടെ 2025 ഉത്തരവുണ്ട് 7 വർഷത്തിൽ താഴെയുള്ളതിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ചെറിയ ഉദ്യോഗസ്ഥരൊക്കെ ചെറിയ ഉപകരണങ്ങൾ മാത്രമാണ്. അല്ല സോയിമാനെ, ഞാൻ പറയുന്നത് ആയിരിക്കാം, പക്ഷെ എന്ത് വൃത്തികേടിനും അവർ കൂട്ടുകഴിഞ്ഞാൽ അവരനുഭവിക്കേണ്ടി വരും. കാരണം ഇവർ മുകളിൽ നാളെ കാണത്തില്ല. മനസ്സിലായി? അപ്പൊ ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ വേറെ എത്ര ഉദ്യോഗസ്ഥന്മാർ സീനിയർ ആയിട്ടുള്ള ADGP-മാരും DGP എല്ലാം ഇരിപ്പുണ്ട്. അവർക്കെതിരെയൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളും എനിക്കില്ല. പക്ഷെ ഈ ഉദ്യോഗസ്ഥനെതിരെ ഞാൻ നിരന്തരമായി ഇങ്ങനെ ഒന്ന് ഫൈറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഞാൻ പറയട്ടെ സോയിമാനെ, ഇപ്പം ഞാൻ VS-ന്റെ ശിഷ്യനായിരുന്നു പറയാൻ കഴിയുന്നത്. VS 20 വർഷം ഫൈറ്റ് ചെയ്തിട്ടാണ് ബാലകൃഷ്ണന്റെ ജയിലിൽ പോയത്. എൻ്റെ ഫ്രണ്ട് പിന്നെ മിത്രക്കരിയിലുള്ള ബോബി 30 വർഷം ഫൈറ്റ് ചെയ്തിട്ടാണ് പിന്നെ ടോമിൻ തച്ചങ്കരി. മനസ്സിലായി? ടോമിൻ തച്ചങ്കരി എന്ത് ചെയ്യുന്നറിയോ? ടോമിൻ തച്ചങ്കരി ഈ പിന്നെ വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുള്ള കേസിൽ അയാൾ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി പറഞ്ഞ ഉടനെ തന്നെ അതിനെതിരായിട്ട് അയാൾ സുപ്രീം കോടതി പോയി. വക്കീൽ ആരാണെന്നറിയോ സോമോൻ? കേട്ടാ ഞെട്ടരുത്. മുകുൾ റോത്തഗി. മുകുൾ റോത്തഗിക്ക് ഒരു സിറ്റിങ്ങിന് തന്നെ 25 ലക്ഷം രൂപ. മുകുൾ റോത്തഗി വന്നിട്ട് സുപ്രീം കോടതി എടുത്ത് ഉപയോഗമാണ്. അതിനെ തുടർന്ന് അയാൾക്ക് വീണ്ടും മനസ്സിലായി. അപ്പം വർഷങ്ങൾ ഒരുപാട് എടുക്കും. ആ വർഷങ്ങൾ ഒരുപാട് എടുക്കുമെങ്കിലും നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നീതി ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി എന്നെ പേടിപ്പിക്കാം എന്ന് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. പിന്നെ ശ്രീജിത്ത് ഞാനും നമ്മുടെ വ്യത്യാസം ഞാൻ പറയാം. ശ്രീജിത്തിന്റെ എല്ലാം ഉണ്ട്. UDF ഭരിക്കുമ്പോഴും അയാൾ അധികാരിയാണ്, LDF ഭരിക്കുമ്പോഴും അധികാരിയാണ്, ഇപ്പൊ ഏറ്റവും വലിയ അധികാരിയാണ്. എൻ്റെ ഒന്നുമില്ല സോയിമാൻ, എനിക്ക് പെൻഷൻ പോലും ഇല്ല, എൻ്റെ ഭാര്യയ്ക്ക് ജോലി പോലും ഇല്ല, ഞാൻ റോഡിൽ കൂടെ നടക്കുന്നത്. പക്ഷേ ഭരണഘടന എനിക്ക് തരുന്നൊരു ശക്തിയുണ്ട്. അതൊരു വലിയ ഊർജ്ജമാണ്. അതിങ്ങനെ ശരീരത്തിൽ നിന്ന് വിങ്ങുകയാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ കാര്യത്തിൽ നീതി ലഭിക്കുന്നത് വരെയുള്ള എൻ്റെ പോരാട്ടം ഞാൻ നിർബാധം തുടരും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാവൂ. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.